ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് ശേഷം പരിശുദ്ധാത്മാവ് സ്വർഗം നമുക്ക് നൽകിയ ലിയോ 14 പാപ്പ. പാപ്പയായ ആദ്യ നിമിഷം മുതൽ നമുക്ക് നമ്മുടെ കേരളവുമായി മലയാളക്കരയുമായുള്ള ആ ഒരു ബന്ധം, അദ്ദേഹം മലയാളക്കരയിൽ കേരളത്തിൽ കാലുകുത്തിയ ആ ചിത്രങ്ങളൊക്കെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. 2006 അന്ന് ലിയോ 14 പാപ്പ ഇവിടെ അന്ന് വൈദികനായിരുന്നു. ആ സമയം അദ്ദേഹം ഈ ഒരു ഹൗസിലേക്ക് എത്തിയതിനെക്കുറിച്ചും പിന്നീടുണ്ടായ കാര്യങ്ങളെക്കുറിച്ചെല്ലാം നമുക്ക് ഇന്നത്തെ ഈ അഗസ്റ്റീനിയൻ ഇന്ത്യൻ സഭയുടെ തലവനായ ഫാദർ വിൽസൺ ഇഞ്ചിരിപ്പ് OSയോട് നമുക്ക് ചോദിച്ചറിയാം. കത്തോലിക്ക സഭയുടെ 267 പാപ്പയെ ലഭിച്ചതിൽ ആഗോള കത്തോലിക്ക സഭ മുഴുവൻ വലിയ സന്തോഷത്തിലും ആഹ്ലാദത്തിലുമാണ്. അതിലുപരി നമ്മുടെ ഭാരതവും ഒപ്പം നമ്മുടെ ഈ ഒരു കൊച്ചു കേരളവും വലിയ സന്തോഷത്തിലാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വരവ് കേരളത്തിലേക്ക് നമ്മൾ ഒരുപാട് പേര് ആഗ്രഹിച്ചെങ്കിലും സാധിച്ചില്ല. പക്ഷേ പുതിയ പാപ്പ ലിയോ 14 പാപ്പ നമ്മുടെ കേരളത്തിലെത്തിയിരുന്നു. ഇവിടെയുള്ള അഗസ്റ്റീനിയൻ സഭയിലെ സഭാ കേന്ദ്രങ്ങളിലെല്ലാം സന്ദർശിച്ചിരുന്നു എന്നെല്ലാം നമ്മൾ ഈ ദിവസങ്ങളിലെല്ലാം വാർത്താമാധ്യമങ്ങളിലൂടെ അറിയുന്നുണ്ട്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ആലുവയിലുള്ള അഗസ്റ്റീനിയൻ സഭയുടെ ഹൗസിലാണ്. ഇവിടെയാണ് അന്നത്തെ വൈദികനായിരുന്ന റോബർട്ട് ഫ്രാൻസിസ് പ്രിവോസ്റ്റ് OS അദ്ദേഹം എത്തിയത്. എന്തായാലും ഇപ്പോൾ എന്നോടുകൂടെയുള്ളത് ഫാദർ വിൽസൺ ഇഞ്ചിരിപ്പ് OS ആണ്. അദ്ദേഹം ഇന്ത്യൻ അഗസ്റ്റീനിയൻ സഭയുടെ ഹെഡാണ്. എന്തായാലും അദ്ദേഹത്തെ ഈ ഒരു നിമിഷം കാണാൻ സാധിച്ചതിലും ഒപ്പം അദ്ദേഹം ഇപ്പോഴത്തെ മാർപ്പാപ്പയുമായി ഒരുപാട് പേഴ്സണൽ ബന്ധമൊക്കെ ഉള്ളതാണ്. അച്ഛാ, എങ്ങനെയാണ് ഈ ഒരു സന്തോഷത്തെ അച്ഛന് അത് പറയാൻ സാധിക്കുന്നത്? നമ്മൾ ഈ ദിവസങ്ങളിൽ മാധ്യമങ്ങളിലൂടെ കേൾക്കുന്നത് പോലെ തന്നെ ഒത്തിരിയേറെ സന്തോഷം. കത്തോലിക്ക സഭയോടൊപ്പം നല്ലൊരു പാപ്പയെ നമുക്ക് കിട്ടിയതിൽ സന്തോഷിക്കുകയാണ്. അബേമുസ് പാപ്പാം എന്നുള്ളൊരു വാക്ക് കേൾക്കുവാനായി ലോകം മുഴുവനും കാത്തിരുന്ന നിമിഷം ഒരുപക്ഷെ ഞങ്ങൾക്ക് ഇരട്ടി മധുരമായിരുന്നു നൽകിയിരുന്നത്. കത്തോലിക്ക സഭയ്ക്ക് ലഭിച്ചിരുന്ന പാപ്പയോടൊപ്പം ഞങ്ങളുടെ സഹോദരനാകുന്ന പ്രീവോസ്റ്റ് കാർഡിനലായ അഗസ്റ്റീനിയനെ കിട്ടിയത് ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമുള്ള ഒരു വിഷയമായിരുന്നു. ഇപ്പോഴും ആ സന്തോഷത്തിൽ നിന്ന് ഞങ്ങൾക്ക് പുറത്തു വരുവാനായി സാധിച്ചിട്ടില്ല. അദ്ദേഹം തന്നെ ആദ്യ വാക്കുകളിൽ സൂചിപ്പിക്കുകയുണ്ടായി, ഐ ആം എ സൺ ഓഫ് അഗസ്റ്റീൻ ആൻഡ് പ്രൗഡ് അഗസ്റ്റീനിയൻ. അത് തന്നെയാണ് എനിക്കും പറയാനുള്ളതും, ഓരോ അഗസ്റ്റീനിയനും പറയാനുള്ളത്. വി ആർ പ്രൗഡ്. അതോടൊപ്പം തന്നെ ഈ ഒരു നമുക്കറിയാം, കഴിഞ്ഞ 2 ദിവസമായിട്ട് നമ്മൾ കാത്തിരിക്കുകയായിരുന്നു. മെയ് 7-നും 8-നും ഒക്കെ ആയിട്ട് കർദിനാൾ ആയപ്പോൾ, കർദിനാൾ ബിഷപ്പാണ് അദ്ദേഹം. ഒരു സാധ്യതാ ലിസ്റ്റിൽ ഇന്ത്യൻ മാധ്യമങ്ങളൊന്നും അദ്ദേഹത്തെ കാണിച്ചില്ലെങ്കിൽ കൂടി ആ ഒരു മുൻഗണനാ ക്രമത്തിൽ അദ്ദേഹം 4-മനായിരുന്നു കർദിനാൾ സംഘത്തിൽ എന്നാണ് നമുക്ക് ആ ഒരു സത്യപ്രതിജ്ഞ സമയത്തൊക്കെ 4-മനായിട്ടാണ് സത്യപ്രതിജ്ഞ ചെയ്തതൊക്കെ. അപ്പോൾ അത്തരത്തിലൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. തീർച്ചയായിട്ടും. കാരണം ഒരു കർദിനാളായി അഗസ്റ്റീനിയൻ വൈദികൻ ഉയർത്തപ്പെട്ടു എന്നറിയുമ്പോൾ തന്നെ ഒത്തിരി സന്തോഷമുണ്ടായിരുന്നു. പിന്നീട് ഞങ്ങൾക്ക് പ്രതീക്ഷ നൽകുന്ന ഒരു സംഭവം എന്ന് പറയുന്നത്, ഫ്രാൻസിസ് മാർപ്പാപ്പ ഇദ്ദേഹത്തെ വളരെ കുറച്ച് കാലത്തിനുള്ളിൽ തന്നെ പ്രീഫെക്റ്റ് ഓഫ് ദ ഡെക്കാസ്ട്രി ഫോർ ദ ബിഷപ്സ്, ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ വത്തിക്കാനിൽ തന്നെ 3-4 സ്ഥാനമെന്ന് നമുക്ക് വിശേഷിപ്പിക്കാം. ലോകത്തിലുള്ള എല്ലാ പിതാക്കന്മാരുടെയും പേര് നിർദ്ദേശിക്കുന്ന ഒരു സംഘത്തിൻ്റെ തലവനാണ്. അപ്പോൾ അതുകൊണ്ട് സാധ്യതകൾ കൂടുതലാണെന്നുള്ള ഒരു പ്രതീക്ഷ ഞങ്ങൾക്കുണ്ടായിരുന്നു. അവസാനം വരെ അതിനുവേണ്ടി ഞങ്ങൾ കാത്തിരിക്കുകയായിരുന്നു. ഉറപ്പായിട്ടും അതിനുള്ള സാധ്യതയുണ്ട് എന്നുള്ളൊരു വിശ്വാസം ഉണ്ടായിരുന്നു, പ്രതീക്ഷയുണ്ടായിരുന്നു. ദൈവത്തിൻ്റെ കാരുണ്യം കൊണ്ട് അത് സാധിക്കുകയും ചെയ്തതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ഈ ഒരു നമ്മൾ നിൽക്കുന്ന ഈ ഒരു ഹൗസ്, ഇപ്പോൾ നമ്മുടെ പിന്നിൽ കാണുന്ന ഒരു ഹൗസിലാണ് അന്ന് വൈദികനായിരുന്നപ്പോൾ അദ്ദേഹം വന്നത്. ആ ഒരു അതിനെക്കുറിച്ച് ഒന്ന് പറയാമോ? ഞാൻ 2006 ജൂണിലാണ് ശരിക്കും സെമിനാരിയിൽ കയറുന്നത്, +2-ന് ശേഷം. അപ്പോൾ 2006 ഒക്ടോബറിലാണ് നമ്മുടെ അന്നത്തെ പ്രയർ ജനറലായിരുന്ന റോബർട്ട് ഫ്രാൻസിസ് പ്രിവോസ്റ്റ് OS അച്ഛൻ ഞങ്ങളെ സന്ദർശിക്കുവാനായി കടന്നു വരുന്നത്. ഇപ്പോഴും എൻ്റെ മുന്നിൽ, എൻ്റെ മനസ്സിൽ അദ്ദേഹത്തിൻ്റെ ചിത്രം ഉണ്ട്. കാരണം വളരെ ചെറുപ്പക്കാരനായിരുന്ന ഈ അച്ഛൻ ഒത്തിരി സ്നേഹത്തോടുകൂടെ ഞങ്ങളെല്ലാവരോടും ഇടപെടുകയും കുട്ടികളായിരുന്ന ഞങ്ങളോട് സംസാരിക്കുകയും അഗസ്റ്റീനിയൻ ചൈതന്യം പങ്കുവെക്കുകയും എങ്ങനെയാണ് ഒരു അഗസ്റ്റീനിയൻ ജീവിതം എന്ന് ഞങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്തിട്ടുള്ള ആ ഒരു അച്ഛൻ്റെ ചിത്രം ഞങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നു. അത് ഞാൻ ഈ ദിവസങ്ങളിൽ ഓർത്തെടുക്കുകയായിരുന്നു. അന്ന് വൈദിക വിദ്യാർത്ഥിയായിട്ട് അച്ഛനിവിടെ ഉണ്ടായിരുന്നു. ഈ ഒരു അതേ ഹൗസിൽ തന്നെ ഉണ്ടായിരുന്നു അല്ലേ? അതെ, ഇവിടെ
അന്ന് ഇവിടെ വന്നത് സന്ദർശനം, അതായത് അദ്ദേഹം ആഗോള അഗസ്റ്റീനിയൻ സഭയുടെ പ്രിയോർ ജനറൽ ആയിരുന്നു, തലവനായിരുന്നു അല്ലേ? അപ്പോൾ അതിൻ്റെ ഒരു സന്ദർശനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇവിടെ എത്തിയത്. അതെ, ഒരു ഈവൻ്റ് കൂടി ഉണ്ടായിരുന്നു. അതായത് ഏഷ്യ പസഫിക് അഗസ്റ്റീനിയൻ കോൺഫറൻസ് എന്ന് പറഞ്ഞ ഒരു സംഭവം ഞങ്ങൾക്കുണ്ട്. അതായത് ഏഷ്യയിലും പസഫിക്കിലുള്ള എല്ലാ അഗസ്റ്റീനിയൻ സുപ്പീരിയേഴ്സിൻ്റെ ഒരു മീറ്റിംഗ്. അതിൽ ആ മീറ്റിംഗ് ഒക്ടോബർ 5ഉം 6-ാം തീയതികളിലായിട്ട് ഇവിടെ നടത്തപ്പെടുന്നുണ്ടായിരുന്നു. അതിനോടനുബന്ധിച്ച് ഈ രാജ്യങ്ങളിലുള്ള എല്ലാ പ്രൊവിൻഷ്യൽമാരും എത്തിച്ചേരുകയുണ്ടായി. അതോടൊപ്പം ഈ മീറ്റിങ്ങിൽ അറ്റൻഡ് ചെയ്യാനും ഞങ്ങളെ സന്ദർശിക്കുവാനാണ് അന്ന് പ്രീവോസ്റ്റ് അച്ഛൻ വന്നിരുന്നത് അല്ലേ? എന്തായാലും ഇപ്പോൾ അത് വലിയ ഭാഗ്യമായി തന്നെ തോന്നുകയാണ്. കാരണം ഈ ഒരു മണ്ണിൽ, ഈ ഒരു ദേവാലയത്തിൽ, ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഫ്രാൻസിസ് മാർപ്പാപ്പ കേരളത്തിലേക്കൊക്കെ വരണം നമ്മൾ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു, ഭാരതത്തിലേക്ക് വരണമെന്ന്. പക്ഷേ ഇതൊരു പുതിയ മാർപ്പാപ്പ വന്നപ്പോൾ തന്നെ അദ്ദേഹത്തിനൊരു കേരള ബന്ധം, അല്ലെങ്കിൽ കേരളത്തിൽ വന്നിരുന്നു എന്നുള്ളൊരു ബന്ധം നമ്മൾ കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നുന്നു. ആ ഒരു ദേവാലയവും ഒപ്പം ഈ ഒരു ഹൗസിലൊക്കെ അദ്ദേഹം താമസിച്ചു എന്നൊക്കെ പറയുന്നത് ഒരുപാട് അഭിമാനം തോന്നുന്ന കാര്യമാണ്. അച്ഛന് ഇപ്പോൾ കർദിനാളായതിനു ശേഷം ആ ഒരു ബന്ധം, ആത്മബന്ധം നേരിട്ട് പോയി കണ്ടിട്ടുണ്ട് അല്ലേ? അതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കാമോ? കർദിനാളായതിനു ശേഷം ഞങ്ങളെല്ലാവർക്കും ഒരു ആഗ്രഹമായിരുന്നു. കാരണം ഞങ്ങളുടെ സ്വന്തം പ്രയർ ജനറലായിരുന്ന ഒരച്ഛൻ ഇവിടേക്ക് വന്ന് ഞങ്ങളെ സന്ദർശിച്ച് ഞങ്ങളുടെ വളർച്ചയെ ആഗ്രഹിച്ച ഒരു വ്യക്തി എന്ന നിലയിൽ തീർച്ചയായിട്ടും ഇന്ത്യയിലേക്ക് ക്ഷണിക്കണം, അദ്ദേഹത്തെ കൊണ്ടുവരണമെന്ന് 2022 അഗസ്റ്റീനിയൻ സഭ ഇന്ത്യയിലേക്ക് വന്നതിൻ്റെ, പോർച്ചുഗീസ് അഗസ്റ്റീനിയൻസാണ് ആദ്യമായിട്ട് ഇന്ത്യയിലേക്ക് വരുന്നത്. അതിൻ്റെ 450ാമത്തെ വാർഷികം ജൂബിലി ഞങ്ങൾ ആഘോഷിക്കുകയുണ്ടായി. ആ ജൂബിലിന് ഉറപ്പായിട്ടും നമ്മുടെ കർദിനാളിനെ വിളിക്കണം എന്നുള്ളൊരാഗ്രഹം അച്ഛന്മാരുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. പക്ഷെ അത് സാധിച്ചില്ല. പക്ഷേ ഇനി ഏതെങ്കിലും ഒരു അവസരത്തിൽ നമ്മൾ ക്ഷണിക്കണം എന്നുള്ള ഒരു സംസാരം, ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു ലക്കെന്ന് പറയട്ടെ, റോമിലി ഒരു ഔദ്യോഗിക മീറ്റിങ്ങിൻ്റെ ഭാഗമായി പ്രയർ ജനറൽ അച്ഛനെ കാണാൻ വേണ്ടി പോയ സമയത്ത് ഞങ്ങൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കർദിനാൾ പ്രീവോസ്റ്റ് കടന്നു വരികയാണ്. ഭക്ഷണം കഴിക്കുവാനായി വന്ന് നമ്മുടെ തൊട്ടടുത്തിരുന്ന് ഭക്ഷണം കഴിക്കുകയും നമുക്ക് ഭക്ഷണം വിളമ്പി തരികയും ഭക്ഷണം കഴിച്ചതിന് ശേഷം അദ്ദേഹം തന്നെ നമ്മുടെ പാത്രം എടുത്തുകൊണ്ട് പോവുകയും ചെയ്തുള്ള ഒരു വ്യക്തി. അന്ന് 2006 ഞാൻ കണ്ടിട്ടുള്ള അതേ വ്യക്തിത്വമാണ്. അഗസ്റ്റീനിയൻ സൗഹൃദം പങ്കുവെക്കുന്ന ഒരു അഗസ്റ്റീനിയൻ സന്യാസി എന്നുള്ള ഒരു ജീവിതം. അത് വളരെ ഇൻസ്പയറിംഗ് ആയിരുന്നു. ആ സമയത്ത് അദ്ദേഹത്തോട് സംസാരിക്കുകയായിരുന്നു. കേരളത്തെക്കുറിച്ചും ഇവിടുത്തെ പ്രവർത്തനങ്ങളെക്കുറിച്ചൊക്കെ സംസാരിച്ചിരുന്നു. തീർച്ചയായിട്ടും ഉടനെ എന്നെ കണ്ടപ്പോൾ തന്നെ പേഴ്സണലായിട്ട് എന്നെ അറിയില്ലെങ്കിലും ഞങ്ങളുടെ റിപ്പോർട്ടുകളിലൂടെയും പല ഇൻഫർമേഷനിലൂടെ അറിയാം ഇന്ത്യൻ അഗസ്റ്റീനിയൻ സഭയുടെ റീജിയണൽ വികാരമാണെന്ന് എൻ്റെ ഫേസേക്ക് മാധ്യമങ്ങളിലൂടെ ഞങ്ങളുടെ ഇൻറ്റേർണൽ റിപ്പോർട്ടുകളിലൂടെ കണ്ടിട്ടുള്ളത് കൊണ്ട് എന്നെ കണ്ടപ്പോൾ തന്നെ ഇന്ത്യയിൽ നിന്നുള്ള സുപ്പീരിയർ ആണല്ലേ എന്നൊക്കെ ചോദിച്ചു. എന്നിട്ട് ഒരുപാട് കാര്യങ്ങൾ അന്വേഷിച്ചു. എങ്ങനെയുണ്ട് ഇപ്പോൾ നമ്മുടെ പ്രസൻസ് ഇന്ത്യയിൽ, നമ്മുടെ മിഷൻ പ്രവർത്തനങ്ങൾ എങ്ങനെയുണ്ട്, കേരളത്തിൽ ഇപ്പോൾ എത്ര ഹൗസുകളായി, എത്ര അച്ഛന്മാരുണ്ട്, എത്ര ഹൗസുകളായി, എങ്ങനെയാണ് നമ്മുടെ വളർച്ച പ്രവർത്തനങ്ങളെന്ന് എല്ലാം അദ്ദേഹം ഓർത്തെടുക്കുകയായിരുന്നു. ഞാനൊന്ന് വന്ന സമയത്ത് ഇത്രയും അധികം ബ്രദേഴ്സ് ഉണ്ടായിരുന്നു, അവരെല്ലാവരും അച്ഛന്മാരായോ എന്നുള്ള കാര്യങ്ങൾ അന്വേഷിക്കുകയും ഈ ആലുവ ഹൗസും എടക്കൊച്ചി ഹൗസും അതുപോലെ സന്ദർശിച്ചിട്ടുള്ള പൊള്ളാച്ചി സ്കൂൾ ഞങ്ങൾ എടുത്ത വർഷമായിരുന്നു പിതാവ് സന്ദർശിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ വളർച്ച ഇപ്പം എങ്ങനെയുണ്ട്, നന്നായിട്ട് പോകുന്നുണ്ടോ എന്നുള്ള എല്ലാ കാര്യങ്ങളും ഓർത്തെടുത്ത് ചോദിക്കാറുള്ള ഓർമ്മയുണ്ടായിരുന്നല്ലോ അത്രയും കാര്യങ്ങൾ. ഓർമ്മ മാത്രമല്ല, കുറച്ച് അച്ഛന്മാരുടെ പേരുകൾ പോലും ഓർത്തെടുത്തുകൊണ്ട് അച്ഛന്മാർക്ക് എങ്ങനെയുണ്ട്, സുഖമാണോ എന്ന് ചോദിക്കാനുള്ള അത്രയും ആത്മബന്ധം, പേഴ്സണൽ റിലേഷൻ കീപ്പ് ചെയ്യുന്ന ഒരു വ്യക്തിത്വമായിട്ട് എനിക്ക് തോന്നി. മാത്രം വളരെ സിമ്പിളായിട്ട് കർദിനാലോ ബിഷപ്പോ എന്നുള്ള ഒരു ഇതൊന്നും ഇല്ലാതെ നമ്മളോടൊപ്പം ഭക്ഷണം കഴിക്കുകയും നമുക്ക് വിളമ്പിത്തരികയും സ്നേഹത്തോടെ നമ്മുടെ പാത്രം എടുത്തുകൊണ്ട് പോവുകയും ചെയ്യുന്ന ആ ഒരു വ്യക്തിത്വത്തെ കണ്ടപ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ വന്ന ആദ്യത്തെ ഒരു ആഗ്രഹം ഇത് തന്നെയായിരുന്നു. ഇദ്ദേഹം ഒരു പിതാവ് പാപ്പയാകുകയാണെങ്കിൽ ഭയങ്കര ഒരു അനുഗ്രഹമായിരിക്കും എന്ന് അവിടെ വെച്ച് തന്നെ ഞാൻ ചിന്തിക്കുകയുണ്ടായി. സത്യമായിട്ടും അന്ന് മുതൽ അതിയായി ആഗ്രഹിക്കുകയും ചെയ്തിട്ടുണ്ട്. എത്ര നാൾ മുമ്പായിരുന്നു അത്? ഈ 2025 ഫെബ്രുവരി 21-ാം തീയതിയായിരുന്നു. ഓക്കെ. അപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ടുള്ളൂ. അതിൻ്റെ ഫോട്ടോ ആണ് നിങ്ങൾ മാധ്യമങ്ങൾ ഈ ദിവസങ്ങളിൽ കാണുക. അപ്പം ഞാനും എൻ്റെ കൂടെ ജസ്റ്റിൻ ജോസഫ് പള്ളിപ്പാട്ട് OSHN, അത് ഇന്ത്യൻ അഗസ്റ്റീനിയൻ സഭയുടെ പ്രൊക്രേറ്റർ അച്ഛനാണ്. അപ്പോൾ അദ്ദേഹം ഞാനും കൂടി ഒരു ഔദ്യോഗികമായിട്ടുള്ള ഒരു മീറ്റിങ്ങിന് വേണ്ടി അവിടെ പോയ സമയത്ത് പിതാവ് അവിടെ ഉണ്ടാവുകയും ഞങ്ങൾ കാണുകയും സാധിച്ചു. പിന്നെ അതുപോലെ തന്നെ പിറ്റേ ദിവസം രാവിലെ
6:30ക്കാണ് അവിടുത്തെ കുർബാനയും പ്രാർത്ഥനയും ഞങ്ങളുടെ ജനറലേറ്റ് ചാപ്പള്ളി. അപ്പോൾ നമുക്കറിയാമല്ലോ, ഏറ്റവും അവസാന നിമിഷം 2 മിനിറ്റേക്കുള്ളപ്പോൾ ഞാനൊക്കെ ഉടുപ്പിട്ട് ഓടി പിടിച്ച് അവിടെ ചെന്നപ്പോഴേക്ക് കാണുന്നൊരു കാഴ്ചയെന്ന് പറയുന്നത് വളരെ നേരത്തെ തന്നെ പള്ളിയിലേക്ക് എത്തി. വളരെ സിമ്പിളായിട്ട് അദ്ദേഹത്തിൻ്റെ പിതാവോ കർദിനാൾ എന്നുള്ള സ്ഥാനചിഹ്നങ്ങളൊന്നും ഇല്ലാതെ ഒരു ആൽബം സ്റ്റോൾ മാത്രം ഇട്ടുകൊണ്ട് ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന, യാമപ്രാർത്ഥനയ്ക്ക് വേണ്ടി കുർബാനയ്ക്ക് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു പിതാവിനെയാണ് കാണുവാനായി സാധിച്ചത്. എനിക്കത് ഭയങ്കര ഇൻസ്പയറിംഗ് ആയിട്ട് തോന്നിയത് കൊണ്ട് അദ്ദേഹം അറിയാതെ ഞാൻ കുറച്ച് ഫോട്ടോസ് എടുക്കുകയുണ്ടായി. അപ്പോൾ അതിനുശേഷം ഞങ്ങളോടൊപ്പം യാമപ്രാർത്ഥനകൾ ചെല്ലുകയും കുർബാനയിൽ അന്നത്തെ ടൈം ടേബിൾ അനുസരിച്ച് കുർബാന ചൊല്ലുന്ന ഒരു ചെറുപ്പക്കാരൻ അച്ഛൻ്റെ കൂടെ സൈഡിൽ നിന്ന് കോൺസെലബ്രേറ്റ് ചെയ്യുകയും കുർബാനയിൽ പങ്കെടുക്കുകയും അതിനുശേഷം ഞങ്ങളുടെ കൂടെ പ്രഭാത ഭക്ഷണം കഴിച്ചതിന് ശേഷം അദ്ദേഹം വത്തിക്കാനിലേക്ക് ജോലിക്ക് നടന്നു അങ്ങോട്ട് പോകുന്ന ഒരു വ്യക്തി. അപ്പോൾ വളരെ സിമ്പിൾ ആൻഡ് ഹമ്പിളായിട്ടുള്ള ഒരു പിതാവിന് തന്നെയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നതെന്ന് എൻ്റെ ഒരു കുറച്ച് ദിവസങ്ങളുടെ ഒരു 3 ദിവസം ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. ആ 3 ദിവസത്തിൻ്റെ എക്സ്പീരിയൻസിനുള്ളിൽ എനിക്ക് പറയുവാനായി സാധിക്കും. ഇതുകൊണ്ട് തന്നെയാണോ ഇത്രയും ലാളിത്യം? ഇപ്പം അച്ഛൻ നേരത്തെ പറഞ്ഞപ്പോൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അച്ഛൻ്റെ പ്ലേറ്റ് വരെ എടുത്തുകൊണ്ട് പോകുന്ന ഒരു കർദിനാളായിരുന്ന സമയത്ത് അങ്ങനെ ചെയ്യണമെങ്കിൽ വളരെ ലാളിത്യമുള്ളതാണ്. അതുകൊണ്ടായിരിക്കണം ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് അത്രമേൽ ഇഷ്ടം തോന്നിയത്. കാരണം 11 വർഷം അദ്ദേഹം മെത്രാനായിട്ട് ഇരുന്നിട്ടുള്ളൂ. അതിനുശേഷം ഒരു 2 വർഷം ആവുള്ളൂ കർദിനാളായിട്ട്. അതിൽ വെറും 2 മാസം കൊണ്ടാണ് അദ്ദേഹത്തെ കർദിനാൾ ബിഷപ്പ് എന്ന് പറയുന്ന ഒരു പോസ്റ്റിലേക്കൊക്കെ ഫ്രാൻസിസ് മാർപ്പാപ്പ ഉയർത്തിയത്. വളരെ പെട്ടെന്നായിരുന്നല്ലോ ആ ഒരു ഇത്ര ഉന്നതിയിലേക്ക് എത്തുന്നതും അതിനുശേഷം ഇപ്പോൾ പാപ്പയായിട്ട് എത്തുന്നത്. ആ ഒരു വളർച്ച അതൊരു പക്ഷേ അദ്ദേഹത്തിൻ്റെ എന്താണ് അച്ഛൻ അങ്ങനെ തോന്നുന്നത്? ഭയങ്കര എക്സ്ട്രാ ഓർഡിനറി ആയിരുന്നു അദ്ദേഹത്തിൻ്റെ വളർച്ച. നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള പെട്ടെന്നുള്ള മാറ്റങ്ങളായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു അദ്ദേഹം കാനൻ ലോ പ്രൊഫസറായിട്ട് ഒത്തിരിയേറെ വർഷങ്ങൾ റോമിലുണ്ടായിരുന്നു. ആ സമയത്ത് ബെനഡിക്റ്റ് 16 മാർപ്പാപ്പയായിട്ട് ഒത്തിരിയേറെ നല്ല സൗഹൃദം കാത്തു സൂക്ഷിച്ച ഒരു വ്യക്തിയായിരുന്നു. അതുപോലെ തന്നെ ഇദ്ദേഹം പ്രയർ ജനറൽ ആകുന്നതിന് മുമ്പ് ചിക്കാഗോ അഗസ്റ്റീനിയൻ പ്രൊവിൻസിലെ മെമ്പറായിരുന്നു നമ്മുടെ പരിശുദ്ധ പിതാവ്. അമേരിക്കക്കാരനാണല്ലോ. അപ്പോൾ അവരുടെ മിഷൻ സ്ഥലമായ പെരൂലി ഇദ്ദേഹം ഒത്തിരി വർഷങ്ങൾ മിഷൻ പ്രവർത്തനം ചെയ്തിട്ടുണ്ട്. ഒരു നവവൈദികൻ എന്ന നിലയിൽ മിഷൻ പ്രവർത്തനങ്ങളിലേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ ഫ്രാൻസിസ് മാർപ്പാപ്പയായിട്ടുള്ള ഇടപെടലും അദ്ദേഹത്തെ സ്വാധീനിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവർ തമ്മിൽ അറിയാമായിരുന്നു. പിന്നെ അതുപോലെ ബെനഡിക്റ്റ് 16 മാർപ്പാപ്പ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിത്വം എന്ന് പറയുന്നത് വിശുദ്ധ അഗസ്തീനോസിനെയാണ്. അതുകൊണ്ട് ഡോക്ടർ ഓഫ് സെയിൻറ്റ് അഗസ്റ്റിൻ എന്നാണ് ബെനഡിക്റ്റ് പാപ്പയെ പറയുന്നത്. കാരണം അത്രത്തോളം ഇഷ്ടമുള്ളത് കൊണ്ട് എന്നും ഞങ്ങളോടൊരു പ്രത്യേക സ്നേഹം കാത്തു സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ ജനറലേറ്റിലേക്ക് വരും. ആ സമയത്തേക്ക് പ്രീവോസ്റ്റ് അച്ഛനായിരുന്നു ജനറൽ അച്ഛൻ. അപ്പം അങ്ങനെ ബെനഡിക്റ്റ് പിതാവിനോടുള്ള ബന്ധവും ഫ്രാൻസിസ് മാർപ്പാപ്പയോടുള്ള ബന്ധം എനിക്ക് തോന്നുന്നു കർദിനാൾമാരും പരിശുദ്ധാത്മാവ് ചിന്തിച്ചിട്ടുണ്ടാകും. നമുക്ക് ആവശ്യമുള്ള ഒരു മിഡിലിൽ എല്ലാവരെയും ചേർത്ത് കൊണ്ടുപോകുന്ന, ഒട്ടും കൺസർവേറ്റീവ് ആകാതെ ലിബറൽ ആകാതെ കത്തോലിക്ക സഭയുടെ വിശ്വാസത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ഇന്നത്തെ ലോകത്തിൻ്റെ മാറ്റങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകാനുള്ള ഒരു വ്യക്തിത്വം. കാരണം ഞങ്ങൾ അഗസ്തീനോസ് വിഭാവനം ചെയ്യുന്ന ഒരു ആത്മീയത അതാണ്. വെർച്യു ലൈസ് ഇൻ ദ മിഡിൽ. അതായത് ഒരിക്കലും ഒരു പുണ്യവും ഒരു എക്സ്ട്രീമിസത്തിലില്ല, എപ്പോഴും സെൻറ്ററാണ്, ഇൻ ദ മിഡിൽ. അപ്പം അങ്ങനെ വിശ്വസിക്കുന്ന ഒരു ആത്മീയതയാണ് വിശുദ്ധ അഗസ്തീനോസിൻ്റെ ആത്മീയത. അപ്പം അതിൽ ഏറ്റവും ശക്തമായിട്ട് വിശ്വസിക്കുന്ന ഒരു വ്യക്തിത്വമാണ് നമ്മുടെ പരിശുദ്ധ പിതാവ്. അതുകൊണ്ട് തന്നെ സഭയ്ക്ക് എന്തുകൊണ്ടും ഏറ്റവും ആവശ്യമുള്ള ഒരു വ്യക്തിത്വമാണ് ഈ കാലഘട്ടത്തിൽ എന്ന് നമുക്ക് പറയുവാനായി സാധിക്കും. തീർച്ചയായിട്ടും നമ്മളെല്ലാം പ്രാർത്ഥിച്ച് അതിനു വേണ്ടിയാണ് ഈ ഒരു 21-ാം നൂറ്റാണ്ടിൽ ഈ കാലഘട്ടത്തിനനുസൃതമായി സഭയെ നയിക്കാനുള്ള ഒരു പിതാവിനെ തരണമെന്നാണ് പ്രാർത്ഥിച്ചത്. സ്വർഗം അത് കേട്ടു. എത്തരത്തിലുള്ളൊരു ഭരണമായിരിക്കും ഈ ലിയോ 14 പാപ്പയുടേത്? എനിക്ക് അദ്ദേഹം എടുത്ത പേര് മാർപ്പാപ്പ എന്നൊരു ലിസ്റ്റിൽ, മാധ്യമങ്ങളെടുത്ത ലിസ്റ്റിലൊന്നും ഇദ്ദേഹത്തിൻ്റെ പേര് കണ്ടിരുന്നില്ല. പിന്നെ അതോടൊപ്പം തന്നെ പേരുകൾ എടുക്കുമ്പോൾ പോലും ലിയോ എന്ന പേരിലേക്ക് ആരും പോയില്ല. ഫ്രാൻസിസ് 2, പിന്നെ ജോൺ 24 അല്ലെങ്കിൽ പോൾ 7 അങ്ങനെയൊക്കെ ഒരു രീതിയിലേക്കാണ് പല ആളുകളും ചിന്തിച്ചിരുന്നത്. പക്ഷേ ഈ ലിയോ അല്ലെങ്കിൽ ലിയോ എന്നുള്ളൊരു പേരിലേക്ക് ആരും പോയിരുന്നില്ല. അപ്പോൾ എത്തരത്തിലൊരു ഭരണമായിരിക്കും അദ്ദേഹത്തിൻ്റെ? ആ പേരുമായിട്ടൊക്കെ കണക്ഷൻ ഉണ്ടാവുക ഭരണത്തിന്? അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ തമാശക്കന്ന് അവിടെയുള്ള ജനറലേറ്റിലുള്ള അച്ഛന്മാരോട് സംസാരിക്കുമ്പോഴേക്ക് നമ്മൾ പറയുമായിരുന്നു നമ്മുടെ പ്രീവോസ്റ്റ് കർദിനൽ പാപ്പയാകും, അപ്പോൾ നമുക്ക് അഗസ്റ്റീൻ എന്നുള്ളൊരു പേരെടുക്കും, അത് നമുക്ക് അഭിമാനമുള്ളൊരു ഇതാണ് എന്നൊക്കെ തമാശക്ക് പറയുമായിരുന്നു.
പക്ഷേ അദ്ദേഹം ഒരു അഗസ്റ്റീനിയൻ ആയതുകൊണ്ട് അഗസ്തീനോസിൻ്റെ പേരെടുക്കണം എന്നുള്ള കാര്യങ്ങളൊന്നും ചിന്തിക്കാതെ എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ പേപ്പസി ഇന്നത്തെ കാലഘട്ടത്തിൽ ആവശ്യമുള്ളതും ആയിരിക്കും എന്നുള്ള സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു മെസ്സേജ് പാസ് ചെയ്യുകയാണ് പേര് തിരഞ്ഞെടുക്കുന്നതിലൂടെ നമുക്ക് മനസ്സിലാകാൻ സാധിക്കുന്നത്. ലയോ 13 മാർപ്പാപ്പയെക്കുറിച്ച് പറയുന്നത് അദ്ദേഹം സോഷ്യൽ ജസ്റ്റിസിന് വേണ്ടി ഏറ്റവും ശക്തമായിട്ട് റോരും നവാരും എന്ന് പറയുന്ന എൻസൈക്ലിലൂടെ ലോകത്തോട് സംസാരിച്ചിട്ടുള്ളൊരു വ്യക്തിയാണ്. അതുവരെ പാപ്പന്മാർ ആധ്യാത്മികമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം നോക്കുന്ന ഒരു ആത്മീയ ഗുരുക്കളാണെന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ വളരെ ശക്തമായിട്ട് സഭ സോഷ്യൽ ജസ്റ്റിസിൻ്റെ കാര്യത്തിലും ഈക്വാലിറ്റിയുടെ കാര്യത്തിലും സമൂഹത്തിൽ നടക്കുന്ന പ്രശ്നങ്ങളിലും ഇടപെടാനുള്ള അധികാരവും അതിൻ്റെ മോറൽ വോയിസ് ഉണ്ട് എന്ന് തെളിയിച്ചിട്ടുള്ളൊരു മാർപ്പാപ്പയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഇക്കിത്തോസിൽ പെരു ആ ഭാഗങ്ങളിൽ പാവപ്പെട്ട ആളുകളോട് ഇടപെടുമ്പോഴും അവിടെയുള്ള സോഷ്യൽ ഇൻജസ്റ്റിസേക്ക് കണ്ടതിന് ശേഷം മാത്രമല്ല പ്രയർ ജനറലായിരുന്ന സമയത്ത് എല്ലാ കോണ്ടിനെൻസിൽ തന്നെ സഞ്ചരിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. ആഫ്രിക്ക, ഏഷ്യ, പസഫിക്, അമേരിക്ക, യൂറോപ്പ്. അപ്പോൾ അതുകൊണ്ട് ഒരു ഐഡിയ ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഒത്തിരി ഭാഷകളൊക്കെ സംസാരിക്കാൻ സാധിക്കുന്ന ഒരു സംസാരിച്ചു അറിയാവുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഇന്നത്തെ കാലഘട്ടത്ത് നമുക്കുള്ള ഈ ഒരു ബുദ്ധിമുട്ടുകൾ ഒരു ഈക്വാലിറ്റിയുടെയും ഈ സൂപ്രമസിന് വേണ്ടിയുള്ള ഫൈറ്റിംഗ് ആണ് നമ്മുടെ യുദ്ധങ്ങൾക്ക് കാരണം വരുത്തുന്നത്. അപ്പോൾ അതൊന്നുമില്ലാതെ നീതിയാണ് മനുഷ്യന് ആവശ്യമുള്ളത്. എല്ലാ മനുഷ്യരും പരിഗണിക്കപ്പെടണം എന്നുള്ള ഒരു ശബ്ദമായിരിക്കും ഉയർത്താൻ പോകുന്നത് എന്നാണ് എനിക്ക് പേഴ്സണലായിട്ട് തോന്നുന്നത്. മറ്റൊരു കാര്യം കൂടി, ഈ പിതാവിനെ ഇനി പരിശുദ്ധ പിതാവ് ഇന്ത്യയിലേക്ക് ഉടനെ വരുമോ കാണാൻ? ഇപ്പോൾ റോമിലേക്ക് പോകുന്നുണ്ടോ അച്ഛൻ? എങ്ങനെയാണ്? അതായത് ഞാൻ പറഞ്ഞതുപോലെ അന്ന് സൂചിപ്പിച്ചപ്പോൾ ഞങ്ങൾ സംസാരിക്കുകയായിരുന്നു, ജൂബിലിക്ക് വിളിക്കണം എന്ന് ആഗ്രഹിച്ചായിരുന്നല്ലോ. അപ്പോൾ അത് സാധിക്കാത്തത് കൊണ്ട് ഞാൻ പറയുണ്ടായി പിതാവ് സമയം കിട്ടുമ്പോൾ വരണം എന്ന് പറഞ്ഞു. അപ്പോൾ തീർച്ചയായിട്ടും വരാം. പക്ഷേ ഈ വർഷം എനിക്ക് സാധിക്കില്ല, അടുത്ത വർഷം ഞാൻ വരാമെന്ന് പറഞ്ഞു. അപ്പോൾ എന്നാൽ ജനുവരിയിൽ ഞങ്ങൾ 2 പട്ടം റെഡിയാക്കാം, എന്നിട്ട് പിതാവ് വന്നാൽ മതി, കർദിനാൾ വരണം എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഞാൻ വരാം, നിങ്ങളെ അറേഞ്ച് ചെയ്തിട്ട് എന്നെ അറിയിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഇനിയിപ്പോൾ അത് സാധിക്കില്ലെന്ന് നമുക്കറിയാം. എനിക്ക് തോന്നുന്നത് നമ്മുടെ പിതാവിന് സാധിക്കും. അതിന് നമ്മുടെ ഗവൺമെൻറ് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത്, വിശ്വസിക്കും. ഒപ്പം തന്നെ ഇപ്പോൾ ഇന്ത്യയിലെ അഗസ്റ്റീൻ സഭയുടെ തലവനാണ് അച്ഛൻ. അപ്പോൾ അച്ഛന് അത് കുറച്ചുകൂടി സ്വാതന്ത്ര്യത്തോടെ പിതാവിനെ വിളിക്കാൻ, പരിശുദ്ധ പിതാവിനെ കേരളത്തിലേക്കും ഇന്ത്യയിലേക്കും വിളിക്കാനുള്ളൊരു സ്വാതന്ത്ര്യം സാധിക്കും. ഒപ്പം തന്നെ എനിക്ക് തോന്നുന്നു അച്ഛൻ അങ്ങനെ ഒരു വാക്ക് 2026 ജനുവരിയിൽ വരുമെന്നൊരു വാക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ ആ വാക്കൊന്ന് ഓർമ്മിപ്പിക്കാം അല്ലേ? എനിക്കൊരു പക്ഷേ ഭാരതത്തിലും കേരളത്തിലൊക്കെ എല്ലാ വിശ്വാസികളും ഇപ്പോൾ അത് ആഗ്രഹിക്കുന്നുണ്ട്. അതെ, നമ്മളെല്ലാവരും ഒത്തിരിയേറെ ആഗ്രഹിക്കുന്ന, പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് ഈ പാപ്പയുടെ കാര്യത്തിൽ കേരളത്തിലേക്ക് പാപ്പയാകുന്നത് മുമ്പ് തന്നെ വന്നിട്ടുള്ള ആദ്യത്തെ വ്യക്തി എന്ന നിലയിൽ തിരിച്ച് വീണ്ടും ഈ കേരള മണ്ണിൽ കാലുകുത്തുന്നത് വളരെ സന്തോഷവും അഭിമാനത്തിൻ്റെ നിമിഷങ്ങളായിരിക്കും എല്ലാവർക്കും. അതുകൊണ്ട് തന്നെ അതിന് സാധിക്കാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാം. ഉടനെ റോമിലേക്ക് പോകുന്നുണ്ടോ? സെപ്റ്റംബർ 1 തീയതി ഞങ്ങളുടെ ജനറൽ ചാപ്റ്റർ ആരംഭിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു ജനറൽ ചാപ്റ്ററിലാണ് നമ്മുടെ പ്രീവോസ്റ്റ് അച്ഛനും 2 പ്രാവശ്യം പ്രയർ ജനറലായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്. അപ്പോൾ അതിൻ്റെ തിരഞ്ഞെടുപ്പിനും ഇതിനു വേണ്ടി പോകുമ്പോൾ സാധാരണ എല്ലാ പാപ്പമാരും ഞങ്ങളെ ഓഡിയൻസ് തരാറുണ്ട് സംസാരിക്കാൻ വേണ്ടി. ഞങ്ങൾ വന്ന് കാണാറുണ്ട്, സംസാരിക്കാറുണ്ട്. അപ്പം അങ്ങനെയാണെങ്കിൽ ഈ പ്രാവശ്യം ഉറപ്പായിട്ടും ഞങ്ങളുടെ സഹോദരന് തന്നെ ആയതുകൊണ്ട് ഞങ്ങളോടൊപ്പം ഉണ്ടാവും, കാണുവാനായി സാധിക്കും. അപ്പോൾ ആ സമയത്ത് തീർച്ചയായിട്ടും ഞാൻ ഓർമ്മിപ്പിക്കുന്നതായിരിക്കും. നമ്മൾ പ്രത്യേകിച്ച് നമ്മുടെ ഗുഡ്നസ് ടി വി പ്രേക്ഷകർക്കും കൂടിയുള്ള ഒരു വാക്കാണ് അച്ഛൻ നൽകുന്നത്. 2026 ജനുവരിയിൽ അച്ഛന് കർദിനാളായിരുന്നപ്പോൾ കൊടുത്ത വാക്കാണ് ഇന്ത്യ സന്ദർശിക്കാം, കേരളത്തിലേക്ക് വരാണെങ്കിൽ അദ്ദേഹം അന്ന് ഈ ഒരു ഭൂമിയിലേക്കല്ല, ആലുവയിലേക്ക്, ഈ ഒരു ഹൗസിലേക്കായിരുന്നു വരേണ്ടിയിരുന്നത്. എന്തായാലും ഇപ്പോൾ മാർപ്പാപ്പയായിരിക്കുകയാണ്. പക്ഷേ വാക്ക് കൊടുത്തിട്ടുണ്ട്. അച്ഛന് ചോദിക്കാനുള്ള ഒരു അവകാശം എനിക്കൊന്ന് കേരളത്തിലെ എല്ലാവർക്കും വേണ്ടി അച്ഛൻ അത് പാപ്പയോട് ചോദിച്ചിരിക്കും, ഇന്ത്യയിലേക്ക് വരുന്ന കാര്യത്തെക്കുറിച്ച്. എനിക്കൊന്ന് അല്ലേ, അദ്ദേഹം വന്നതുകൊണ്ടും അദ്ദേഹം നേരത്തെ അച്ഛൻ പറഞ്ഞ പോലെ തന്നെ ഞാൻ അത്ഭുതപ്പെട്ടു. ഇവിടുത്തെ ഹൗസുകളുടെയൊക്കെ പേരെടുത്ത് ചോദിച്ചു, അല്ലെങ്കിൽ പല വൈദികരുടെ പേരെടുത്ത് ചോദിച്ചു, അതിൻ്റെ ഡെവലപ്മെൻറ്റ് എങ്ങനെയൊക്കെ ഉണ്ടെന്ന് ചോദിച്ചു. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിന് മനസ്സിൽ കൃത്യമായിട്ടുണ്ട് വരും അല്ലേ? അതെ, അതിനുള്ള എല്ലാ സാഹചര്യങ്ങളും നമ്മുടെ ഗവൺമെൻറ് ഒരുക്കി തരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുകയാണ് ചെയ്യേണ്ടത്. തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ആഗ്രഹം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അത് ഞാൻ കാണുമ്പോൾ ഓർമ്മപ്പെടുത്തുകയും ചെയ്യും. അപ്പോൾ എല്ലാവരും നമുക്ക് പ്രാർത്ഥിക്കുക, പ്രത്യേകിച്ച് പാപ്പയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക.
ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ ഇന്നത്തെ കാലഘട്ടത്ത് ഒത്തിരിയേറെ ചലഞ്ചസ് ഉള്ള ഈ ഒരു സമയത്ത് സഭയെ മുന്നോട്ട് നയിക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ദീർഘകാല ആഗ്രഹമായ പാപ്പ നമ്മുടെ നാട്ടിലേക്ക്, ഇന്ത്യയിലേക്കും കേരളത്തിലേക്ക് എത്താനായി നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. തീർച്ചയായിട്ടും വലിയൊരു മാറ്റമാണ് ഇവിടെ സംഭവിച്ചത്. നമ്മൾ പ്രതീക്ഷിച്ച പേരുകളോ പ്രതീക്ഷിച്ച വ്യക്തികളോ ഒന്നുമല്ല പാപ്പാസ്ഥാനത്തേക്ക് വന്നത്. എല്ലാ മാധ്യമങ്ങളുടെയും എല്ലാ ചിന്തകളും എല്ലാ കണക്കൂട്ടലുകളൊക്കെ അസ്ഥാനത്താക്കിക്കൊണ്ടുള്ള ദൈവത്തിൻ്റെ തെരഞ്ഞെടുപ്പിൻ്റെ സൗന്ദര്യമാണ് നമ്മൾ ഇന്നലെ കണ്ടത്. അതിന് ആ ഒരു സൗന്ദര്യത്തിൽ മലയാളികളായ നമുക്ക് ഒരുപാട് സന്തോഷിക്കാം. ഇപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ഒരു മണ്ണിൽ അന്ന് പിതാവായിരുന്ന അല്ല വൈദികനായിരുന്ന പ്രിവോസ്റ്റ് അച്ഛൻ ഇവിടേക്ക് വരികയൊക്കെ ചെയ്തിരുന്നു. ഇന്ന് അദ്ദേഹം പാപ്പയായിരിക്കുന്നു, നമ്മുടെയൊക്കെ പിതാവായിരിക്കുന്നു. ഒരുപാട് സന്തോഷിക്കും. എന്തായാലും ഗുഡ്നസ് വ്യൂ പ്രേക്ഷകരോടൊപ്പം അച്ഛന് നന്ദി പറയുകയാണ് ഇത്ര നേരം പാപ്പയുമായുള്ള ആ ഒരു അഭിമുഖം അല്ലെങ്കിൽ ആ ഒരു പേഴ്സണൽ ബന്ധം. കാരണം പാപ്പയെ അധികം ആർക്കും അറിയില്ല, എങ്ങനെയുള്ള വ്യക്തിയാണ്, അല്ലെങ്കിൽ പാപ്പയുമായിട്ട് ഇത്ര ക്ലോസ് ആയിട്ടുള്ളൊരു ബന്ധം അറിയില്ല. അപ്പോൾ എന്തായാലും ഒരുപക്ഷെ പ്രേക്ഷകർക്കൊക്കെ ഇത് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി കൊടുത്തതിനും പറഞ്ഞതിനൊക്കെ ഒരുപാട് നന്ദി അച്ഛാ. താങ്ക് യു. അന്ന് ലിയോ 14 പാപ്പ ഈ ഒരു ചാപ്പലിൽ വന്ന് ഇവിടെ വെച്ചാണ് അന്ന് വിശുദ്ധ കുർബാന അർപ്പിച്ച് പ്രാർത്ഥിച്ചതല്ല. അന്ന് അദ്ദേഹം താമസിച്ചത് ഈ മുറിയിലായിരുന്നു. ഈ മുറിയിൽ താമസിച്ചാണ് അദ്ദേഹം അന്ന് ഇവിടെ ഈ ഒരു കേരളത്തിലുള്ള എല്ലാ സന്ദർശനങ്ങളും അദ്ദേഹം പൂർത്തിയാക്കിയത്. എന്തായാലും ഇവിടെ നിൽക്കുമ്പോൾ ഈ ഒരു അഗസ്റ്റീനിയൻ സഭാ സമൂഹം അംഗങ്ങൾ എല്ലാവരും വളരെയധികം സന്തോഷത്തിലാണ്, അഭിമാനത്തിലാണ്. തങ്ങളുടെ ഇടയിലേക്ക് കേരളത്തെ അതോടൊപ്പം തന്നെ ഇന്ത്യയൊക്കെ സ്നേഹിച്ച പ്രിവോസ്റ്റ് കർദിനാള് ഇപ്പോൾ പാപ്പയായിരിക്കുന്നു. ലിയോ 14 പാപ്പയായിരിക്കുകയാണ്. എന്തായാലും വലിയൊരു ആഘോഷത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും അഭിമാനത്തിൻ്റെയും പ്രാർത്ഥനയിലാണ് ഇന്ന് ഈ ഒരു സമൂഹാംഗങ്ങൾ മുഴുവനായിട്ട്. ഇന്ന് പ്രത്യേകിച്ച് ഇവിടെ പ്രത്യേക ദിവ്യബലികൾ വൈകുന്നേരം പാപ്പയ്ക്ക് വേണ്ടി എല്ലാം അർപ്പിക്കുന്നുണ്ട്. ഒപ്പം നേരത്തെ നമ്മൾ പരിചയപ്പെട്ട ഇന്ത്യയുടെ ഈ ഒരു ഇന്ത്യൻ അഗസ്റ്റീനിയൻ സഭാ സമൂഹത്തിൻ്റെ തലവനായ വിൽസൺ ഇഞ്ചിരിപ്പോയസ് അച്ഛൻ്റെ ജന്മദിനം കൂടിയാണ് ഈ ഒരു ദിവസം. അതുകൊണ്ട് തന്നെ അച്ഛൻ ഇരട്ടി മധുരമാണ് ഈ ഒരു ദിവസമെല്ലാം. എന്തായാലും ഭാരതത്തിനും കേരളത്തിനുമെല്ലാം ഒരു ഇരട്ടി മധുരമായിരിക്കുകയാണ് ലിയോ 14 പാപ്പയുടെ ഈ ഒരു സ്ഥാനാരോഹണം.